അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞനപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഞ്ഞനപ്പമാണ് ഇത്. നമ്മുടെ പാലപ്പത്തിന് അരച്ചെടുത്തതിന് ശേഷം പാലപ്പ ചട്ടിയിൽ ഒഴിച്ച് ചുടുന്നതിന് പകരം നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിൽ ഇത്തിരി ഒഴിച്ചതിന് ശേഷം അത് ഒന്ന് പരത്തിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്ന കുഞ്ഞനപ്പമാണ്. അപ്പോൾ ഇത് ഈ കുഞ്ഞനപ്പത്തിലൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയും കൂടി ഞാൻ ഇതിലേക്ക് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞനപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് ഒരു 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. സാധാ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ അഴുക്കും പൊടിയൊക്കെ പോകുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ അരി ഞാൻ എന്താ കഴുകിയെടുത്തിട്ട് അതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കുകയാണ്. ഇതൊരു 4-5 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വെക്കുക. അപ്പോൾ ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ച് വെച്ചിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുതിർക്കാനിട്ടിരുന്ന അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ഈ വെള്ളവും കൂടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു വെള്ളവും കൂടി കഴുകിയിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒറ്റ ബാച്ചായിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരി മൊത്തം എന്താ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മട്ട അരിയുടെ ചോറും അത് ഇട്ട് കൊടുക്കുകയാണ്. അത് വെള്ള അരിയുടെ ചോറ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞിനപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈസ്റ്റോ അപ്പസോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ആ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടപ്പ് വെച്ച് നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്താ പേസ്റ്റ് പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇത് സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒന്നും ഇളക്കി കൊടുക്കുന്നില്ല കേട്ടോ. അതേപടി തന്നെ നമുക്കൊരു അടപ്പ് വെച്ച് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് പുളിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു ഉച്ചയ്ക്ക് 3 മണിക്കാണ് അരി കുതിർക്കാനിട്ടത് കേട്ടോ. രാത്രി 8 മണിക്കാണ് അരച്ച് വെച്ചത്. പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോഴുള്ള മാവാണ് ഞാനിത് തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് കറക്റ്റിന് പുളിച്ച് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നിറയെ ബബിൾസൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ നേരം ഈ സ്പൂണിട്ടൊന്ന് കുത്തി ഉടയ്ക്കാതെ പതുക്കെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ തന്നെ ഇതൊന്ന് ഉപ്പ് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അപ്പം ആട്ടിയപ്പോൾ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. ഇന്നും ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വെറും തേങ്ങാവെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് അഡീഷണലായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ തന്നെ സ്പൂണിട്ട് ഒന്ന് ഉപ്പ് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചുട്ടെടുക്കുന്നത് സാദാ അപ്പച്ചട്ടിയിലല്ല കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഞാൻ ഈ കുഞ്ഞനപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട്, ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുക്കണ്ട, പകുതി ടേബിൾ സ്പൂൺ വെച്ച് ഓരോ കുഴികളിലും നിറച്ച് കൊടുക്കുക. എല്ലാ കുഴികളിലും ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കുഴികളിലും 1/2 ടേബിൾ സ്പൂൺ വെച്ച് മാവ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒഴിച്ച കുഴികളിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. വിളുമ്പ് വരാനാണേ. അപ്പോൾ നമ്മുടെ വലിയ അപ്പച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വിളുമ്പ് കാണില്ലേ, നല്ല മുരിഞ്ഞ വിളുമ്പ്, അതുപോലെ വരാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് അമർത്തി കൊടുക്കുന്നത് കേട്ടോ.
നമ്മളിപ്പോൾ അര സ്പൂണ് ഒരു കുഴിയിൽ ഒഴിച്ചിട്ട് ഉടനെ അങ്ങ് പരത്താനായിട്ട് ഇരിക്കരുത്. എങ്കിൽ ആ മാവ് ഒന്ന് ഉരുണ്ട് കൂടും കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ കുഴികളിലും നിറച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഒഴിച്ച ഭാഗം തൊട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം അമർത്തി വിളുമ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനി അടപ്പ് തുറക്കാം. കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞിനപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നടുക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുള്ളൊരു കുഞ്ഞിനപ്പമാണ്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇത് എല്ലാം നമുക്ക് ഈ കുഴികളിൽ നിന്ന് എടുക്കാം. പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ. ഒട്ടി പിടിക്കൊന്നുമില്ല. വേണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ കുഴികളിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനപ്പം എല്ലാം നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മൊത്തം ഞാൻ ഈ കുഴിയപ്പം മൊത്തം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ആദ്യം ചുട്ട ബാറ്ററിലെ അപ്പമാണേ. അപ്പോൾ അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം ഒഴിച്ച ഭാഗത്തു നിന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം ഒരു 3 മിനിറ്റ് അടച്ചു കൊടുക്കുക. പിന്നെ ഇതിനിടയ്ക്ക് ഇത് രണ്ടാമത്തെ ബാച്ചാണ്. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഒരു ശകലം എണ്ണ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണേ. കാരണം നിങ്ങൾ ചുടുന്ന അപ്പച്ചട്ടി ചിലപ്പോൾ സ്റ്റീലോ അലായിയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഇളകി വരാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് എണ്ണ തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വിളുമ്പൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അപ്പം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി മൊത്തവും അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അപ്പം ഞാൻ കുഴികളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞനപ്പം എല്ലാം കൂടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ അപ്പത്തിന് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ കുഞ്ഞനപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുള്ള ഒരു കുഞ്ഞനപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റോടൊപ്പം കഴിക്കാൻ വേണ്ടി ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയും കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞനപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു കുഴിവുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും 2-3 പച്ചമുളകും കൂടി ചതച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വലിയ ഉള്ളി ഒരു മീഡിയം സൈസ് 2 സവാളയും കൂടി സ്ലൈസായി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് വഴറ്റിയാലാണ് പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പിടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കാണും. എന്നിട്ട് 2-3 മീഡിയം സൈസ് ടൊമാറ്റോയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഉണ്ട്. എല്ലാം കൂടി കണക്കിനെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം, 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് മൂത്തും കിട്ടും. അപ്പോൾ അതാ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു 30 സെക്കൻഡോളം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന 800 ഗ്രാം മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ടൻ കറി ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മട്ടനല്ലേ, അപ്പോൾ നല്ല വേവുണ്ടാവും. അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് ഒന്നും കൂടി അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മട്ടൻ കറി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് എരിവും ഉപ്പും എല്ലാം നല്ല കറക്റ്റായിരുന്നു. ഇനി ഞാൻ ഇതിൽ നിന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഗ്രേവിയും മട്ടൻ പീസും കൂടി ഒരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ നമ്മുടെ കുഞ്ഞനപ്പത്തിൻ്റെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞനപ്പവും കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ അപ്പം ഈ കറിയും കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു 3-4 എടുത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മട്ടൻ കറിയും കൂടി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഒരു മട്ടൻ്റെ പീസും കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം മട്ടൻ്റെ പീസിൽ നിന്നും കുറച്ചൊന്ന് എടുത്തിട്ട് ഒരു കുഞ്ഞനപ്പവും കുറച്ച് ഗ്രേവിയും ആയിട്ട് എടുത്ത് കഴിച്ച് നോക്കാം. അപ്പോൾ കഴിച്ചപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്